ഈ ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചേച്ചിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഓർമ്മയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, മതിലുകൾ എന്ന് പറയുന്ന സിനിമ. നാരായണി. അപ്പോൾ ബഷീറിന്റെ മതിലുകൾ വായിച്ച് ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. വായിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ KPS ലളിത ഡബ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ലളിത ചേച്ചിയുടെ അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരികയല്ലേ, വിഷ്വൽ വരികയല്ലേ. അപ്പോൾ മതിലിൻ്റെ അപ്പുറത്ത് ലളിത ചേച്ചിനെ കാണുമ്പോൾ മുഖം കാണാത്ത ഒരു പെണ്ണ് എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മമ്മൂട്ടി അഭിനയിച്ച ബഷീർ. മതിലിനപ്പുറത്താണ് മറ്റൊരു ജയിൽ തടവ് പുള്ളി ഉള്ളത്, ഇപ്പുറത്താണ് മമ്മൂട്ടി ഉള്ളത്. അപ്പം ഇവര് തമ്മിൽ മുഖം കാണാതെയാണ് കഥയിലും സംസാരിച്ചിട്ടുള്ളത്. അത് ആ സിനിമയിൽ KPS ലളിത അഭിനയിച്ചിട്ടേ ഇല്ല, അവരെ മുഖം വരുന്നേ ഇല്ല. അങ്ങനെ തന്നെയാണ് വൈക്കം ബഷീറിന്റെ കഥയിലുള്ളത്. ആ കഥയിലും നാരായണിയുടെ മുഖം അറിയുന്നില്ല, ഈ ബഷീർ കാണുന്നില്ല, അറിയുന്നില്ല, സങ്കല്പിക്കുകയാണ്. അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ടാണ് ബഷീർ ആ കഥ എഴുതിയിട്ടുള്ളത്. സിനിമയിലേക്ക് വന്നപ്പോൾ അടൂർ സാർ എന്തുകൊണ്ട് KPS ലളിതയെ ഡബ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് സംശയം എനിക്ക് ആ സിനിമ കാണുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അടൂർ സാറായിട്ട് അടുപ്പതിന് ശേഷം ഞാൻ സാറിനോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, സാർ എന്തുകൊണ്ടാണ് ലളിത ചേച്ചിനെ, അപ്പം ഞങ്ങളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് KPS ലളിതനപ്പുറത്ത് കാണാം, അപ്പോൾ അത് ഒരു സുഖമില്ലായ്മ ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. കാരണം ലളിത ചേച്ചി അതിമനോഹരമായി ഡബ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക, മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ്. ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇതിന്റെ ഉത്തരം സത്യത്തിൽ അങ്ങനെ ഒരു ഉത്തരം അടൂർ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല, അത് ഇപ്പോഴാണ് കേൾക്കാൻ. അതെന്താ വെച്ചാൽ സാറ് എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ വെച്ചാൽ കമലിന് KPS ലളിത അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സിനിമ എടുക്കുന്നത്, മനസ്സിലായി, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ലളിതയുടെ ശബ്ദം അറിയില്ല. ഇത്രയും മനോഹരമായൊരു ശബ്ദം ഈ കൃത്യമായ മോഡുലേഷനിൽ പറയാൻ പറ്റുന്ന ഈ വൈക്കം ബഷീറിൻ്റെ നാരായണി, എൻ്റെ സിനിമയിലെ നാരായണിയെ അതേ മോഡുലേഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു ശബ്ദം എനിക്ക് വേറെ കിട്ടിയില്ല. ഞാൻ 10-12 ശബ്ദങ്ങളെ പരീക്ഷിച്ചിട്ട് അവസാനം ലളിതയിൽ എത്തുകയായിരുന്നു എന്നാണ് അടൂർ സാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ലളിതയെ പോലൊരു ശബ്ദം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ സാറൊരു കാര്യം കൂടി പറഞ്ഞു, ഇത് ഇൻ്റർനാഷണൽ വേദികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ മതിലുകൾ പ്രദർശിപ്പിച്ചല്ലോ, അവിടെയൊക്കെ തന്നെ വിദേശത്ത് നിന്ന് സിനിമ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ ശബ്ദം വല്ലാതെ നമ്മൾ വശീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഭാഷ അറിയാതെ പോലും, അവർക്ക് മലയാളം അറിയില്ല, പക്ഷെ ആ ശബ്ദത്തിൻ്റെ ഒരു മാസ്മരികത കൊണ്ട് അവരെ ആ കഥാപാത്രത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതില് ഒരുപാടുണ്ട്. ഒന്ന് പ്രണയമുണ്ട്, പിന്നെ ഇവര് ഞാനത്ര സുന്ദരിയൊന്നും അല്ല എന്ന് പറയുന്ന ഒരു സ്ഥലം നിഷ്കളങ്കതയുണ്ട്, വലുതാണ്. കാരണം എങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുടർച്ചയിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയാൽ ആ കണ്ടുമുട്ടലിൽ എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഒക്കെ വെറും ആ ശബ്ദത്തിലുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് പോലും അതൊന്നും ഭാവിക്കാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കൗതുകവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ശബ്ദത്തിലുണ്ടെന്നുള്ളതാണ്.